സംസ്ഥാനത്തെ അതിദാരിദ്ര്യമുക്തമായി പ്രഖ്യാപിച്ചതിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനത്തിന് മുന്നോടിയായി കലാപരിപാടികൾക്ക് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ തുടക്കമായി. നടൻ മമ്മൂട്ടി മുഖ്യാതിഥിയാകും. വ്യക്തിപരമായ ആവശ്യങ്ങൾ ഉള്ളതിനാൽ മോഹൻലാലും കമൽഹാസനും പരിപാടിക്ക് എത്തില്ലെന്ന് സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. റിനു ശ്രീധർ വിവരങ്ങളുമായി. റിനു, കലാപരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനമായി കമൽഹാസനും മോഹൻലാലും എത്തില്ല എന്നത് നേരത്തെ തന്നെ നമുക്കറിയാം. പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരുന്നതാണ് ഇത്തരം താരങ്ങൾ പങ്കെടുക്കരുത് ഈ പരിപാടിയിൽ നിന്നൊക്കെ. പക്ഷേ തിരക്ക് എന്നുള്ളതാണോ ഔദ്യോഗികമായി തന്നെ ഇവർ അറിയിച്ചിട്ടുണ്ടല്ലേ? അതിദാരിദ്ര്യമുക്തമായി സംസ്ഥാനത്തെ പ്രഖ്യാപിച്ചതിന്റെ പൊതുസമ്മേളനം ഇന്ന് അല്പസമയത്തിനകം നടക്കാൻ പോവുകയാണ്. മുഖ്യമന്ത്രി ഒപ്പം മറ്റ് വിശിഷ്ടാതിഥികളും ഒക്കെ പങ്കെടുക്കുന്ന പരിപാടിയാണ്. അതിന് മുന്നോടിയായുള്ള കലാപരിപാടികൾ തുടങ്ങിയിരിക്കുന്നു. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ അവിടെ നിന്നുള്ള തത്സമയ സംപ്രേഷണമാണ്, ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അവിടെ കലാപരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്, നമുക്കിത് കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും പ്രധാനമായി കമൽഹാസനും മോഹൻലാലും പങ്കെടുക്കില്ല എന്നത് ഔദ്യോഗികമായി തന്നെ അറിയിച്ചോ? തിരക്കാണോ ചൂണ്ടിക്കാണിക്കുന്നത്? പ്രതിപക്ഷം നേരത്തെ ആവശ്യപ്പെട്ടിരുന്നതാണ് താരങ്ങൾ ഈ പരിപാടിയിൽ പങ്കെടുക്കരുത് എന്നൊക്കെ. അനുജ, കേരളം കാത്തിരുന്ന ആ ഒരു ചരിത്ര പ്രഖ്യാപനത്തിന് ഇനി നിമിഷങ്ങൾ മാത്രമാണ് ഉള്ളത്. കേരളത്തെ അതിദാരിദ്ര്യ മുക്തമാക്കിക്കൊണ്ടുള്ള ചരിത്രപരമായിട്ടുള്ള ഒരു പ്രഖ്യാപനം ഇന്ന് നിയമസഭയിൽ നടന്നു. നമ്മൾ കണ്ടതാണ്. മുഖ്യമന്ത്രി നടത്തുകയും ചെയ്തു. അതിന്റെ ഔദ്യോഗികമായിട്ടുള്ള ആ ഒരു പ്രഖ്യാപനം ഉണ്ടായെങ്കിലും ജനങ്ങൾ ഒരു പൊതുപരിപാടിയായ ആ പ്രഖ്യാപനത്തെ മാറ്റുകയാണ്. സെൻട്രൽ സ്റ്റേഡിയത്തിൽ 10,000-കണക്കിന് ജനങ്ങളെ സാക്ഷി നിർത്തി 5 മണിയോടുകൂടി തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ ഒരു പ്രഖ്യാപനം നടത്തും എന്നുള്ളതാണ്. വലിയ വിവാദങ്ങളൊക്കെ തന്നെ ഉയർന്നു വരുന്നുണ്ട്. ഇതിന്റെ ഫണ്ട് ഉൾപ്പെടെ, അല്ലെങ്കിൽ ഈ പരിപാടി നടത്തുന്നതിനുള്ള ഫണ്ട് ഉൾപ്പെടെ വകമാറ്റിയാണ് ഈ ഒരു പരിപാടിയിലേക്ക് സംസ്ഥാന സർക്കാർ പോകുന്നത് എന്നൊക്കെ. പക്ഷേ എങ്കിൽ പോലും അതിനെല്ലാം മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു ആഘോഷമാക്കി മാറ്റുകയാണ്. നമുക്കറിയാം, ഇന്നലെ തിരുവനന്തപുരം ജില്ലയിൽ പായസം ഉൾപ്പെടെ വിതരണം ചെയ്തുകൊണ്ടാണ് ഇടതുപക്ഷ സംഘടനകളൊക്കെ തന്നെ ഈ പരിപാടിയെ വരവേറ്റത്. ഇന്ന് സംസ്ഥാനത്തുടനീളം അത്തരമൊരു ആഘോഷ പരിപാടിയായി മാറ്റിയിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.